ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നു. പക്ഷെ നിങ്ങളെ വീട്ടിലെ കുട്ടി പറയാണ് എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം വേണ്ട, എനിക്ക് പുട്ട് മതി എന്നുള്ളത്. കുട്ടി വാശി പിടിക്കുന്നു, നിലത്ത് തലയടിച്ച് കരയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ പാവം തോന്നിയിട്ട് പുട്ടുണ്ടാക്കി കൊടുക്കുകയാണ്. നാളെ അമ്മ പുട്ടുണ്ടാക്കുന്നു, കുട്ടി ഇതേ സിനാരിയോ റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് അപ്പം മതി എന്ന് പറയുന്നു. സോ നാളെ അമ്മ പുട്ടിന് പകരം അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു. സോ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയുടെ മൈൻഡിലേക്ക് ഒരു ബാഡ് ഹാബിറ്റ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഞാൻ കരഞ്ഞുകൊണ്ട് എന്ത് വാശി പിടിച്ച് എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും എനിക്കത് കിട്ടും എന്നുള്ളൊരു ബാഡ് ഹാബിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാം ചെയ്യണം വളർന്നു വരുന്ന കുട്ടിയുടെ മൈൻഡിൽ. ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്താണോ അന്ന് അവിടെ ഉണ്ടാക്കിയത്, ആ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ കഴിക്കുന്നുണ്ടോ അത് തന്നെയാണ് ആ കുട്ടിയും കഴിക്കേണ്ടത്. ഇത് ആ കുട്ടിയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നിങ്ങളുടെ കുട്ടി പട്ടിണി കിടക്കാൻ പോകുന്നില്ല. സത്യാഗ്രഹമൊന്നും കിടക്കില്ല നിങ്ങളുടെ കുട്ടികൾ. അവർക്ക് അതിനുള്ള കപ്പാസിറ്റിയോ അതിനനുസരിച്ചുള്ള ഒരു മൈൻഡ് ഡെവലപ്മെൻറ്റ് അവർക്കില്ല. അവർക്ക് വിശക്കുമ്പോൾ അവർ വന്ന് കഴിക്കും. ഈ ഒരു മെൻറ്റാലിറ്റി നമ്മളൊക്കെ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ അപകടം ഉണ്ടാക്കും നമുക്ക്. അതുപോലെ തന്നെ നമ്മളെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ പാലിക്കേണ്ട ഒരൊറ്റ ഗോൾഡൻ റൂളേ ഉള്ളൂ. എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളും എത്ര കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് കുട്ടിയാണ്. പക്ഷെ നമ്മളൊക്കെ വീടുകളിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. എത്ര കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളും എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് കുട്ടിയാണ്. അപ്പോൾ നമുക്കുണ്ടല്ലോ അത് ലാസ്റ്റ് ഉരുളയാണ്, ഇതും കൂടെ കഴിക്കുക, ഇതും കൂടെ കഴിക്കുക, കുറച്ചുകൂടെ കഴിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കുത്തി കയറ്റും. അതിൻ്റെ ആവശ്യമില്ല. കുട്ടിക്ക് വിശപ്പ് പാകപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടി അത് നിർത്താൻ പറയും. അപ്പോൾ നമ്മൾ നിർത്തിക്കോളുക. അത്രയേ ഉള്ളൂ അതിനകത്ത്.